മുതുവാ സംഗമം 30 വർഷം തകസാസ്. അതുപോലെ തന്നെ ആദ്യകാലത്തിൽ കഷ്ടപ്പെട്ട് എന്തൊക്കെ വാട്സാപ്പിലൂടെ നമ്മ പൈമുട്ട് ഇത്ര ചന്ദ്രൻ കൂട്ടിക്കണം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കാൽനടയിലൂടെ നടന്ന ആനക്കാട്ടിലെല്ലാം കഷ്ടപ്പെട്ട് വളർത്തിയ മുതുവാ സംഘടന ഉണ്ടാകുന്നത്. ആ നേതാക്കന്മാർക്ക് എല്ലാത്തിനും ആദ്യം തന്നെ നന്ദി. അപ്പോ ഇപ്പൊ നമ്മ തുടക്കത്തിലൂടെ ഈ വാട്സാപ്പിലൂടെ കൂട്ടം കൂടിയോ മെസ്സേജുകൾ കണ്ടു അതിൽ ഈ സഹായിപ്പാമ്പിയോ ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നത് എല്ലാത്തിനും കൊണ്ട് ഇതിലാത്ത വിഷയങ്ങളുമുണ്ട്. അപ്പൊ നീട്ടില്ല അതിൽ തന്നെ എല്ലാത്തിനും പെഞ്ച് എനക്കെല്ലാം ഭയങ്കര പെഞ്ച് കുടിച്ചേ. അപ്പൊ അതുകൊണ്ട് അപ്പോ ഇത്രയൊക്കെ ഈ വേദിയില നല്ലവണ്ണം ഒരുക്കി ഞാൻ വന്ന് പാതപ്പള്ളി കളന്താരികള് ഇതെല്ലാം കേക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇളവട്ടത്തക്കം തലമല മേഖലാ കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ തന്നെ തലമല മേഖലാ കമ്മിറ്റി അംഗങ്ങള്, കുടി ആളുകള്, കാണിമാറ് എല്ലാവർക്കും നന്ദി. അപ്പോൾ സ്വാഗതമെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ പേസി എല്ലാത്തിനും കേട്ടാസ് അറിമുഖപ്പെടുത്തുവാനില്ല. അപ്പോൾ നമ്മുടെ സംഗമം വൻ വിജയം ആയിരിക്കണം. അതായത് 400 പ്രസിഡന്റ് നടന്നു വന്നപ്പോ 80 വയസ്സുള്ള എന്റെ അമ്മ കൂടെ മിറ്റക്കാട്ടിൽ ആടി വരികയാണ്. അപ്പൊ അത്ര എനർജി ആയിരിക്കും. അതുപോലെ മുത്തിമാരുടെ കൂട്ടത്തില് കോസംപോട്ട് ആടി വന്നാണ്. ആദ്യം കാരണന്മാർ ഓർത്തർ ആടിവിട്ട തുടങ്ങി വിട്ടത് നമ്മളെ ഘോഷണാണെങ്കിലും ഒരു ലഹരിയാണൊക്കെ നമുക്ക് അയക്കുന്നത്. നമ്മളെ മുതുവാ സംഗമം വൻ വിജയമായിട്ട് വിട്ടേക്ക് നമ്മ എടുത്ത് പോണം. എന്ത് വിഷയമുണ്ടല്ലോ എന്നിട്ടേക്ക് വായസോയി കുടിയിലല്ലോ 2 ആള് വിളിച്ചിട്ടാണ് അങ്ങനെ കണ്ടിരുന്നാ പോണം. പ്രസിഡന്റ് വെന്ത വെയിലിക്കലുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നമ്പർ കിട്ടുന്ന അങ്ങോട്ട് സാധനമാണെങ്കില് അപ്പോ ആണ് അന്വേഷിച്ച് ഏത് കുടിയിലും തന്നെ വിളിച്ചാലോ ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിരുത്തേ. ഇടപെടുക എത്താത്ത വിഷയങ്ങളും ഉണ്ട്. അതിലെല്ലാം വേറെ വിചാരങ്ങളൊന്നും മനസ്സിലായാനായി. അപ്പോ മിറ്റയ്ക്കുള്ള എതിരി ആവനീസ് ഞാൻ പ്രസിഡന്റ് എന്നെ കൗൺസിലറിന്റെ ആവന വന്നിരുത്ത ഉറമറകള് എല്ലാവരുമേ പ്രസിഡന്റ് കൗൺസിലർ ഉറത്തരം നനയ്ക്കണ നിങ്ങളെ മിറ്റക്കാട്ടിൽ എന്താ കഥയ്ക്കോ പ്രസിഡന്റ് നിങ്ങൾ തെരഞ്ഞെടുത്തിരുന്നിട്ട് ഞാനുണ്ട്. നിങ്ങളെ സഹോദരനായിട്ടും നിങ്ങളെ മകനായിട്ടും നിങ്ങളെ എന്ത സ്ഥാനത്തൊക്കെ എന്താ കഥയ്ക്ക് നാം മിറ്റക്കുണ്ട്. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ATDDO அவங்க ഏതൊരു വിഷയത്തൊക്കെ ഒരു വിഷയം വന്നാൽ സാറിനെ നേരിട്ട് ഫോണിൽ കൂടി വിളിച്ച് സാറ് എന്നതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊന്നും ഇടപെടണം. ഒരു കുഴപ്പമില്ല, സാർ അപ്പം തന്നെ അതതായ ഇടപെടൽ നടത്തണം. അതുപോലെ തന്നെ എന്റെ പ്രിയങ്കരനായ കൂടെ പിറന്നെന്ന് പറയാവുള്ളൂ എന്റെ വർഗീസ് സാർ എന്നൊരു സ്റ്റേജിൽ ഞങ്ങൾ ഒപ്പമുണ്ട്. എന്ത് വിഷയത്തിനോ അത് കോട്ടയം ആശുപത്രിയിലായാലും എവിടെയായാലും സാറിനെ ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ തന്നെ അവിടെ നടപടിയെടുത്ത് നമ്മളെ സഹായിക്കാൻ അങ്ങനെ വിലയേറിയ ആളുകൾ മുമ്പിലുള്ളത് കൊണ്ടാണ് എനിക്കൊരു സപ്പോർട്ട്. നമ്മളെ ജനതയെ, പാവപ്പെട്ട ജനതയെ, മുതുവന്മാരെ സഹായിക്കാൻ അങ്ങനെ കരുണയുള്ള അധികാരികൾ പുറത്തുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് പോകണം. നമ്മളെ അവഗണിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മളെ പാവപ്പെട്ടവരാണെന്ന് കണ്ടുകൊണ്ട് ഈ വേദിയിലോട്ട് നമ്മൾ ക്ഷണിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ATDDO കൻസാം സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ ബഹുമാനപ്പെട്ട K. സേതുരാമൻ IPS അവർ എത്തിയിട്ടുണ്ട്. അത് പോലീസ് വകുപ്പിലാണ്. ഏതായാലും പാവപ്പെട്ടവരുടെ ഒരു വിളി കേട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് അത്. അതുപോലെ തന്നെ വനവകുപ്പ് മുഖ്യ വിഷയങ്ങളിൽ വനവകുപ്പിനോട് ഞാൻ ഒരു എതിർക്കുന്ന ഒരാളാണ്. താഴെത്തട്ടില് ഫോറസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ ആ ഒരു വിഷയങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ട്. എന്നാലും നമ്മുടെ ഫോറസ്റ്റ് സ്റ്റാഫുകള്, വാച്ചർമാര്, നൈറ്റ് ഡ്യൂട്ടി എല്ലാം നോക്കുന്നവര്, മറയൂര്, രാജമല, മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പൊ സാറ് മേൽനോട്ടം വഹിക്കുന്ന ഒരു സാറാണ്. പാവപ്പെട്ട ജനതയാന്നുള്ള
വിചാരത്തോടു കൂടി നമ്മളെ കാണാൻ ചെമ്പോത്തൊടുകുടിയിലോട്ട് ഫോറസ്റ്റും നമ്മളും അവരും വനത്തെ ഉദ്യോഗസ്ഥരായി നിയമിച്ചു. നമ്മൾ ശമ്പളമില്ലാതെ വനം കാക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ മുതുവാന്മാർ. ആ സ്നേഹത്തോടു കൂടി അദ്ദേഹം അഭിമാനപ്പെട്ട സാർ നമ്മുടെ വേദിയിലോട്ട് വന്നിട്ടുണ്ട്. നമസ്കാരം. അതുപോലെ അടുത്ത നമ്മുടെ എൻ്റെ അനിയനാണ് കവി അശോകൻ. അതായത് നമ്മുടെ കവി ലോകത്തോട്ട് ഒരു കവി പുറത്തോട്ട് അറിഞ്ഞത് നമ്മുടെ അശോകനാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നത് നമ്മുടെ സമുദായത്തിനോടൊപ്പം നമ്മൾ നിൽക്കണമെന്നുള്ള ഒരു വിചാരത്തോടു കൂടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നമസ്കാരം അറിയുന്നു. നമുക്ക് ഏതായാലും സമയം ഏകദേശമായി. ശാപ്പാടാടി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി നീടിക്കുന്നില്ല. ഇവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും മറ്റ് വെളിയിൽ നിന്നും നമ്മളോട് സ്നേഹത്തോടു കൂടി എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാവരും പൊതുജനങ്ങളും ഈ സംഗമം നടത്താൻ വേണ്ടി പിരിവ് തന്ന് സഹായിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കന്മാർ, മെമ്പർമാർ, കട ഉടമകൾ, എല്ലാവരും, ബാങ്ക് മാനേജർമാർ, അതുപോലെ വിട്ടുപോയിട്ട് എല്ലാവരും തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് നമ്മൾ പുറം ലോകത്ത് ഒരു പിരിവിന് വേണ്ടി എത്തിയത്. അപ്പോൾ ഞാനൊക്കെ ഇൽപ്പാലത്ത് പിരിവിന് പോയപ്പോൾ ഒരു കടയിൽ ഒരു ചേട്ടൻ പറയാം, ഓ നിങ്ങൾ ആദ്യമായിട്ടല്ലേ വന്നാൽ, ഇതേത് പാർട്ടിക്കാരുന്നാ ഞങ്ങൾ കണക്കൂട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കരുണ കാണിച്ച് സഹായിച്ചവർ അവർക്കും ഈ വേദിയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുതന്നെ ഈ സംഗമത്തെ നല്ല രീതിക്ക് നമുക്കൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, കുടി കമ്മിറ്റി അംഗങ്ങൾ, വലിയ ഇളന്താരി മക്കള്, അതുപോലെ തന്നെ നമ്മുടെ കാണിമാർ, തലവന്മാർ, എല്ലാവർക്കും നന്ദി ഈ വേദിയിൽ ഞാൻ പറയുന്നു. വീണ്ടും പറയുക, നിങ്ങളോടൊപ്പം ഏത് പാതിരാത്രി വിളിച്ചാലും നിങ്ങളുടെ പ്രസിഡന്റ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. ഞാൻ കേട്ടില്ല. അടുത്ത് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട KTDO എം കന്ദസ്വാമി സാറിനെ ക്ഷണിച്ചോളൂ.